നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അകത്തളങ്ങളിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി പുറത്തുവരുന്ന വാർത്തകൾ കായിക ലോകത്തെയാകെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഓരോ ടൂർണമെന്റ് കഴിയുമ്പോഴും ടീം മാനേജ്മെന്റും അധികാരികളും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ചില അജണ്ടകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പുറമേക്ക് കളിക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അവരുടെ കരിയർ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങളാണോ എന്ന് പരസ്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന പല മാറ്റങ്ങളും ഒടുവിൽ വലിയ നിരാശയിലാണ് കലാശിക്കാറുള്ളത്. ഒരു കളിക്കാരന്റെ സ്വാഭാവികമായ കളിശൈലിയെയും അദ്ദേഹത്തിന്റെ കരിയറിലെ സുവർണകാലത്തെയും തകിടം മറിക്കാൻ പോകുന്ന തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു കൊടുങ്കാറ്റ് അഴിച്ചുവിടാൻ പോന്ന ഒരു പുതിയ പ്രസ്താവന ഇപ്പോൾ അണിയറയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്നറിയാതെ വായനക്കാർ വലിയൊരു നിഗൂഢതയുടെ മുനമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പുറത്തുവിട്ട ചില ന്യായീകരണങ്ങൾ കേട്ടാൽ ഏതൊരു സാധാരണ കായിക പ്രേമിയുടെയും ചോര തിളച്ചു പോകും. ഫോമിലുള്ള ഒരു കളിക്കാരന് അർഹതപ്പെട്ട പദവികൾ നൽകാതിരിക്കാൻ വേണ്ടി ഇത്രയും തരംതാണ കുത്തിത്തിരിപ്പുകൾ മെനയുന്ന മറ്റൊരു സെലക്ഷൻ കമ്മിറ്റി ചരിത്രത്തിലുണ്ടായിട്ടില്ല. അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം കാട്ടിക്കൂട്ടുന്ന ഇരട്ടത്താപ്പുകൾ ക്രിക്കറ്റ് എന്ന കളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. ഒരു താരത്തിന് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പിന്തുണയും ടീമിലെ മറ്റംഗങ്ങളുടെ വോട്ടും ലഭിച്ചിട്ടും അദ്ദേഹത്തെ തലപ്പത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഇവർ പറയുന്ന കാരണങ്ങൾ ശുദ്ധ ഹാസ്യമാണ്. പ്രതിഭയുള്ളവരെ ബോധപൂർവം മാറ്റി നിർത്താനും തങ്ങൾക്ക് താൽപര്യമുള്ള ചില മുംബൈ ലോബികളെ മാത്രം സംരക്ഷിക്കാനും വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. പുറമെ കളിക്കാരെ സംരക്ഷിക്കുകയാണെന്ന് വരുത്തി തീർക്കുകയും ഉള്ളിൽ ചതിക്കുഴികൾ ഒരുക്കുകയും ചെയ്യുന്ന ഇവരുടെ ഈ നീചമായ തന്ത്രങ്ങൾ വരും ദിവസങ്ങളിൽ ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിമാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സെലക്ടർമാരുടെ ഈ വിചിത്രമായ നിലപാടുകൾക്കെതിരെ ഇപ്പോൾ മുൻനിര താരങ്ങൾ ഉൾപ്പെടെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നന്നായി പെർഫോം ചെയ്യുന്നവരെ മാനസികമായി തളർത്താൻ വേണ്ടി ഇത്തരം വിചിത്രമായ ന്യായീകരണങ്ങൾ ചമയ്ക്കുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത്. IPLലും മറ്റ് ആഭ്യന്തര മത്സരങ്ങളിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിക്കുകയും ടീമിനെ വിജയങ്ങളിൽ എത്തിക്കുകയും ചെയ്ത ഒരു താരത്തെയാണ് ഇവർ ഇങ്ങനെ തരം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന അഗാർക്കറെ പോലെയുള്ള ആളുകളെ ആ സ്ഥാനത്ത് നിന്നും ഉടൻ തന്നെ മാറ്റണമെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ജനങ്ങളുടെ കണ്ണ് കെട്ടാൻ വേണ്ടി ഇവർ നടത്തുന്ന ഇത്തരം നാടകങ്ങൾ ഭാരതത്തിന്റെ ക്രിക്കറ്റ് ഭാവിക്ക് തന്നെ വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. അർഹതയുള്ളവന് അർഹതപ്പെട്ട സ്ഥാനം നൽകാതെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും സ്വാധീനം നിലനിർത്താനും വേണ്ടി ഇവർ നടത്തുന്ന ചതി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തസ്സ് പൂർണ്ണമായും കളങ്കപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ കാരണം നമ്മൾ പല സുപ്രധാന മത്സരങ്ങളിലും നാണം കെട്ട പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പല ലോകകപ്പ് മത്സരങ്ങളിലും ചില കളിക്കാരെ ബോധപൂർവം മാറ്റി നിർത്തിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. അന്ന് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി നൽകാൻ പോലും ഈ അധികാരികൾക്ക് സാധിച്ചിരുന്നില്ല. സ്വന്തം ഭാഗത്തെ പിഴവുകൾ മറച്ചുവെക്കാൻ വേണ്ടി അവർ എപ്പോഴും ഇത്തരം വിചിത്രമായ ന്യായീകരണങ്ങളുമായി വരികയാണ് പതിവ്. കഴിഞ്ഞ ടൂർണമെന്റുകളിലെല്ലാം കണ്ട നിരാശയെ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ബാറ്റിംഗ് വിരുന്ന് സമ്മാനിച്ചവരെയാണ് ഇപ്പോൾ സംരക്ഷണം എന്ന പേരിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത്. ടീമിന്റെ പുതിയ ലൈനപ്പിലെ പൊസിഷനുകൾ പലതും ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിഹാസതുല്യമായ പ്രകടനങ്ങൾ നടത്തിയിട്ടും വരും ദിവസങ്ങളിൽ ആ താരത്തെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റി നിർത്തിയതിനു പിന്നിലെ യഥാർത്ഥ രഹസ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ ആ വിവാദ പ്രസ്താവന നടത്തിയത്. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാക്കാതിരുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ആ വിചിത്രമായ ന്യായീകരണം പുറത്തുവിട്ടത്. വോട്ടിംഗിൽ ഒന്നാമതെത്തിയിട്ടും സഞ്ജുവിനെ എഴുതിത്തള്ളിയതിന്
അഗാർക്കർ പറഞ്ഞ കാരണം ഇങ്ങനെയായിരുന്നു. സഞ്ജു സാംസൺ ഫ്രീ ആയി കളിക്കേണ്ട പ്ലെയറാണ്. അവന് ക്യാപ്റ്റൻസി സമ്മർദ്ദം കൊടുക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തന്നെയാണ് തീരുമാനിച്ചത്. അതാണ് ക്യാപ്റ്റൻ ആക്കാതിരുന്നത്. പുറമേക്ക് സഞ്ജുവിനെ സമ്മർദ്ദങ്ങളിൽ നിന്നും സംരക്ഷിക്കാനാണ് ഈ തീരുമാനമെന്ന് ഇവർ വാദിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും ബോധപൂർവം വെട്ടിമാറ്റാൻ BCCI കണ്ടെത്തിയ പുതിയൊരു തന്ത്രമാണിതെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ക്യാപ്റ്റൻസി ഭാരമില്ലാതെ സഞ്ജു ഫ്രീ ആയി കളിക്കട്ടെ എന്ന് പറയുന്ന അഗാർക്കറുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു അഗ്നിപർവ്വതം തന്നെ പുകയുമെന്നത് ഉറപ്പാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്